ഹായ്, നന്ദുകാവലമാണ്. വേനൽ മാസം മഴ കടുത്തിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ രണ്ടുപേർ തേക്കടിക്ക് പോയത്. തേക്കടിയിൽ പോയി വന്നു. അവിടെ കാണേണ്ട ചില കാര്യങ്ങൾ 2-3 ദിവസം കൊണ്ട് കണ്ടു തീർത്ത് ഞങ്ങൾ മടങ്ങി വന്നു. അവിടെ ആദിവാസികളെ കണ്ടു, അവരോടൊപ്പം വരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് അടുത്തിടെ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പോലെ വളരെ തിരക്കായുള്ള ആൾക്കാർക്ക് 2-3 ദിവസത്തിനുള്ളിൽ പോയിട്ട് വരാൻ പറ്റുന്ന ഒരു 3-4 സ്ഥലങ്ങൾ, അതോടൊപ്പം താമസിക്കാൻ വളരെ എക്കണോമിക്കലായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു 2 സ്ഥലങ്ങളുടെ പേരും എന്തുകൊണ്ട് പറഞ്ഞു തന്നുകൂടാ? ഓക്കെ, നമുക്ക് ആദ്യം താമസ സ്ഥലം, രണ്ടാമത് അത്യാവശ്യം 2-3 ദിവസം കൊണ്ട് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന, പോകാൻ പറ്റുന്ന ചില സ്ഥലങ്ങൾ. തേക്കടി പോകാം. ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് PWD ഞങ്ങൾ താമസിക്കുന്ന റെസ്റ്റ് ഹൗസ്. ശരിക്കും AC റൂമിന്, ഡബിൾ റൂമിന് 2 പേർക്ക് താമസിക്കാൻ 1500 രൂപയേ ഉള്ളൂ. ഇനി അല്പം കൂടി കൂടിയതാണ് വേണ്ടതെങ്കിൽ ലേക്ക് പാലസ് ഉണ്ട്. അതായത് ബോട്ട് ലാൻഡിങ്ങിൽ നിന്നും ബോട്ടിൽ കയറി നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ അവരെ ഇറക്കും. അവിടെ ഏകദേശം 15,000 രൂപയ്ക്ക് മുകളിലാണ് റെൻറ്റ് വരുന്നത്. നമുക്കിനി തേക്കടിയിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഈ ലേക്കിലൂടെയുള്ള ബോട്ട് സഫാരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരം തന്നെയാണ്. ഇരുവശവും തിങ്ങി നിറഞ്ഞ കാടാണ്. വളരെ സേഫ്റ്റി മെഷേഴ്സൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം പണ്ടൊരു ബോട്ട് അപകടം ഉണ്ടായതാണ്, ഒരുപാട് പേര് മരിച്ചുപോയി. ആ ബോട്ട് ഇപ്പോഴും അവിടെ ഒരു അസ്ഥിപഞ്ജരം പോലെ നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ പക്ഷികളെ കാണാൻ പറ്റും. ഒരു പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ വനത്തിനുള്ളിലും ഒരുപാട് തടാകങ്ങളും തണ്ണീർത്തടങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് മൃഗങ്ങൾ വെള്ളം കുടിക്കാനായി പുറത്തു വരുന്നത് അത്ര സാധാരണമല്ല. ഇവിടെ നിന്നും ഏതാണ്ട് 1 മണിക്കൂർ, അതായത് 31 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ NH 183 പോയി കഴിഞ്ഞാൽ നമ്മൾ സത്രം എയർ സ്ട്രിപ്പിലെത്തും. ഇത് മഞ്ഞുമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മെ കാത്തിരിക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എയർ സ്ട്രിപ്പാണ്. 2022 ഡിസംബർ 1 വൈറസ് SW-80 എന്ന് പറയുന്ന 2 പേർക്ക് ഇരിക്കാവുന്ന ഒരു എയർക്രാഫ്റ്റ് ഇവിടെ വിജയകരമായി ലാൻഡ് ചെയ്തു. ഇത് കൊച്ചിയിൽ നിന്നാണ് പുറപ്പെട്ടത്. ഇതിൻ്റെ പേര് സത്രം എയർ സ്ട്രിപ്പ് എന്നാണ്. ഇത് കാണാൻ വളരെ മനോഹരമാണ്. കൂടാതെ ചുറ്റും ഈ ഒരു എയർ സ്ട്രിപ്പാണ്. ഈ റൺവേ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പോയിട്ടാണ് ലാൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. കണ്ടു, ഇവിടെ ഇത് മണ്ണെടുത്തതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് വനമാണ്, മിസ്റ്റ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. സന്നിധാനത്തേക്ക് പോകുന്ന കാനനപാത, വണ്ടിപ്പെരിയാർ. ഇതധികമാരും ഒരുപക്ഷെ വീഡിയോയിൽ എടുത്ത് കാണത്തില്ല, മല കയറി വന്നതായതുകൊണ്ട് അണയ്ക്കുന്നുണ്ട്. ഇതാണ് സന്നിധാനം കാനനപാത. ഇതുണ്ടോ, ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, ശ്രീ മുരുക ടെമ്പിൾ. ശബരിമല സീസണിൽ ഇവിടെ വന്ന് ഇങ്ങനെ ശബരിമലയ്ക്ക് പോകുന്ന പാത ഞാൻ കാണിച്ചു തരാം. കുത്തനെയുള്ള ഇറക്കമാണ്. ഇവിടെ വരെ ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നിന്നാണ് ശബരിമലയ്ക്കുള്ള പാത ആരംഭിക്കുന്നത്. നോക്കൂ, കണ്ടോ, ശബരിമലയ്ക്കുള്ള പാത സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. 4ാമത് ഒരൊറ്റ ചോദ്യം, നിങ്ങൾക്ക് ആനയെ കുളിപ്പിക്കണോ? ആന നിങ്ങളെ കുളിപ്പിക്കണോ? ആനപ്പുറത്ത് കയറി കുറച്ച് സമയം സവാരി ചെയ്യണോ? ഫ്രാൻസിൽ നിന്ന് വന്നൊരു മദാമയുടെ വലിയൊരു ബക്കറ്റ് ലിസ്റ്റിലെ ആഗ്രഹമായിരുന്നു ആനപ്പുറത്ത് കയറുക എന്നുള്ളത്. അത് ഞാൻ സാധിച്ചു കൊടുത്തത് ഇവിടെയാണ്. നേരെ പൊയ്ക്കോളൂ, ചെറിയ തുകയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കി തേക്കടിയിലെ 5 ഒഴിച്ചുകൂടാനാവാത്ത കാണേണ്ട സ്ഥലങ്ങൾ. അതിൻ്റെ അവസാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് മംഗളാദേവി ക്ഷേത്രമാണ്. വർഷത്തിൽ ചിത്തിര മാസത്തിൽ ചിത്ര പൗർണമി നാൾ മാത്രം തുറക്കുന്ന വനാന്തർഭാഗത്തുള്ളൊരു ടെമ്പിളാണ് ഇത്. സമുദ്രനിരപ്പിൽ നിന്നും 1337 മീറ്റർ ഉയരെ കേരള തമിഴ്നാട് അതിർത്തിയിൽ ഇടുക്കി തേനി ജില്ലകളിലായാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതോടുകൂടി ബെസ്റ്റ് 5 പ്ലേസസ് ഇൻ തേക്കടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദുകാവലമാണ്. അഭിപ്രായം പറയണം, എഴുതണം, ലൈക്ക് ചെയ്യണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോത്സാഹനമായി എനിക്ക് നൽകാവുന്നതാണ്. നന്ദി, നമസ്കാരം.